നമസ്കാരം. മാർട്ടിൻ ലൂതർ കിങ് ഒരിക്കൽ പറയുണ്ടായി, നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടണം, ഓടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കണം, നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴയണം, എന്തു തന്നെയായാലും മുന്നോട്ട് കുതിക്കണം. കാരണം നമ്മളെ പിന്നിലോട്ട് വലിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവും, പക്ഷേ മുന്നിലോട്ട് കുതിക്കാനായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് വിജയമാണ്. നിങ്ങളുടെ വിജയക്കുതിപ്പിന് തണലായി ഞങ്ങളുണ്ടാകും. So let's begin the show. This is Red Carpet. And ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വീകരണ മുറിയിൽ കൃത്യമായി വന്ന് നമ്മളെ എല്ലാവരെയും നമ്മുടെ ഇഷ്ടം പിടിച്ചു വാങ്ങിയ രണ്ട് അഭിനേതാക്കളാണ്. വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So let's welcome Sharan and Vaishnavi. കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കുറേ നാളിന് ശേഷമാണ് ഞാൻ ചേട്ടനെ ഇപ്പൊ കാണാൻ പോകുന്നതും വിശേഷങ്ങൾ അറിയാൻ പോകുന്നതൊക്കെ. പിന്നെ നമ്മൾ രണ്ടുപേരും ആണെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അവിടെ എവിടെയൊക്കെ വെച്ച് കാണുന്നു, ഹായ് ബൈ പറയുന്നു, പോകുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ഇന്നാണ് ഈ ചേച്ചി എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ചിലതൊക്കെ ചോദിക്കും. ആൻഡ് നിങ്ങളുടെ സീരിയൽ വിശേഷങ്ങൾ, നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോഴത്തെ കറന്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ആദ്യം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കട്ടെ, അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ചില സമയത്ത് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും ഭയങ്കര എവർ ഷൈൻ ആയിട്ടുള്ള സ്റ്റാർസ് ആണ്, എപ്പോൾ കണ്ടാലും അവരുടെ ആ ഒരു പ്രസരിപ്പ്, ഊർജം, സൗന്ദര്യം ഒക്കെ അന്നും ഇന്നും അതേപോലെയാണെന്ന്. അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക്. മമ്മൂക്ക, ചാക്കോച്ചൻ, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരാളും കൂടിയാണ്. സത്യത്തിൽ അങ്ങനെ ആരെങ്കിലും എപ്പോഴും പറയാറുണ്ടോ? ഇതിപ്പോ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്ന അവസ്ഥയായിട്ട് അല്ല, അങ്ങനെയല്ല. എന്നാലും നമ്മളിടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇതേപോലെ പറയുമ്പോൾ ചേട്ടൻ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്, ഞാനൊന്നും ചെയ്തിട്ടല്ല എന്നൊക്കെ പറയുന്നത്. സത്യമാണത്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഇത് വിഗ് ആണോ? അതാണ് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ വിഗ് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. ഇത് വിഗാണല്ലേ? ഇത് വിഗാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. യൂറോപ്പിൽ പോയി ചെയ്തതാണ്. ശരി, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെ അതെ, കറക്റ്റ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ അതില്ലായിരുന്നെങ്കിൽ ഈ എവർഷൈനൊക്കെ കാച്ചി പറത്തേരും അല്ലേ? വലിച്ചു നോക്കണം. വേദനയുണ്ടോ? യൂറോപ്യൻ ടെക്നോളജി ഭയങ്കര സംഭവമാണ്. നല്ല സ്കാൽപ്പൊക്കെ കറക്റ്റ് ആണല്ലോ. ഞാൻ പേര് നോക്കുവാണെന്ന് പ്രമോ ഇടുമ്പോ ആൾക്കാർ വിചാരിക്കും. പക്ഷെ ഇത് വിഗ് അല്ല, ഇതൊക്കെ ഒറിജിനലാണ്. യൂറോപ്പുകാർ വരെ തോറ്റു പോകും അല്ലേ? അതിന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു എല്ലാവരും അങ്ങനെ വിചാരിക്കും. അല്ലാതെ ബാക്കി ഇപ്പൊ എല്ലാവർക്കും എന്റെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എന്നേക്കാൾ മെലിഞ്ഞവരാണ് ഇപ്പോഴും. ഞാനിപ്പോഴാണ് ഒരു പൊടിക്കൊന്ന് കുറഞ്ഞത്. മറ്റേതിപ്പോ എനിക്ക് ഈ സോഫയൊന്നും പോരായിരുന്നു. വൈഷ്ണവിക്ക് എങ്ങനെയാണ്? അതായത് സിനിമ ഒരുപാട് കാണാൻ ഇഷ്ടമുള്ള ആളാണോ? സിനിമയിലെ അതായത് പിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ആണോ? അത് സിനിമ കണ്ട് ഇതുപോലെ ചിരിക്കുക, കരയുക മാത്രമേ ഉള്ളൂ? അങ്ങനെ എന്തൊക്കെയായിരുന്നു സിനിമയായിട്ടുള്ള ഒരു കണക്ഷൻ? എങ്ങനെയാണ് കുഞ്ഞിലെ മുതലുള്ളത്? സിനിമ ഒരുപാട് കാണാൻ ഇഷ്ടമാണ്. എല്ലാ ടൈപ്പ് ഫിലിംസും കണ്ട് നോക്കാൻ എനിക്കിഷ്ടമാണ്. എന്നാലും കൂടുതലും ഹൊററാണ്. ഹൊറർ, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ ഇതൊക്കെയാണ് താല്പര്യം. ഇവിടെ എന്നാലും എല്ലാ ടൈപ്പ് മൂവീസും കാണും. പിന്നെ അതായത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ, അതായത് ഒരുപാട് അടുത്തറിയാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഇന്ന ആളുടെ മകളാണോ, സായികുമാർ സാർ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ ആൾക്കാര്? അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ ഛായ അതൊന്നും ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞു. കണ്ണ് ചിലപ്പോ പറയാറുണ്ട്. കണ്ണ് നോക്കിയിട്ട് എനിക്ക് പലപ്പോഴും അഭിനയിക്കുന്ന സമയത്ത് സായി ചേട്ടൻ സാരി ഉടുത്ത് നിൽക്കുന്ന ഫീലാണ്. സീരിയസ്ലി, അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കണ്ണിന്റെ ഈ പിടുത്തമുണ്ടല്ലോ, ഒരു അല്ലാതെ ഈ പകുതി മയങ്ങിയ കണ്ണും പിന്നെ ഈ മൂക്കൊണ്ടുള്ളൊരു കളിയൊക്കെ ഉണ്ട് പുള്ളിയുടെ. ചില സമയത്ത് പുച്ചൊക്കെ വരുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും, അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ. മലയാളത്തിന്റെ ആദ്യത്തെ മെഗാ സീരിയലിലെ നായകനാണ് ഈ ഇരിക്കുന്ന ആള് അല്ലേ?
നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന മെഗാ സീരിയൽസിൽ എന്തോ ഒരു നായകന്മാരിങ്ങനെ വന്നു പോകുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഒരു ആദ്യത്തെ ഒരാളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ അദ്ദേഹം തന്നെ ഇപ്പോഴും ഉള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ പറയൂ, അതിന്റെ ഒരു വിശേഷം പറയൂ. വംശം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എൻ്റെ ഗോഡ് ഫാദർ ശ്രീകുട്ടൻ സാറാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു 1.5 വർഷം കൊണ്ട് കിട്ടിയ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇപ്പോഴും എനിക്ക്, ഇപ്പം ഞാൻ രാവിലെ വരുമ്പോൾ ക്യാമറ കണ്ട് തൊഴുന്നത് അത് ദൈവമായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ക്യാമറ കണ്ട് തൊഴണം, മേക്കപ്പ് മാൻ അനുഗ്രഹം വാങ്ങിക്കണം, വരുന്നതിന് മുമ്പ് സംവിധായകനോടും ക്യാമറമാനോടും വണങ്ങണം, തിരിച്ച് പാക്കപ്പായി പോകുമ്പോഴും വണങ്ങിയിട്ടേ പോവാം. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൂടാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളി പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതായത് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് താങ്കൾ, അല്ലേ? ഒരു അവാർഡ് ജേതാവാണ്. അപ്പോൾ ഈ ഡബിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് പ്ലാൻഡ് ആയിട്ട് തന്നെയാണോ, അതെയോ? പ്ലാൻഡ് ആണോന്ന് വെച്ചാൽ ആണ് ശ്വാസി. അതായത് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംവിധായകനെ അടുത്ത് കിട്ടും, ഈ ക്യാബിനിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഡബിങ്ങിന്റെ ഒരു ഇത് കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുമല്ലോ, സംതിങ് ഡബ് ചെയ്യുന്നുണ്ടല്ലോ, കൊള്ളാം മോനെ, രസമുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ സാർ അടുത്ത സിനിമയിൽ എന്തെങ്കിലും അപ്പോൾ നമ്പർ വാങ്ങിക്കും, ഡയറക്ടർ നമ്പർ കിട്ടുകയല്ലേ, പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് സത്യത്തിൽ ഡബിങ്ങിലേക്ക് ഇറങ്ങിയത്. അതിന് വേണ്ടിയാണ് ഇറങ്ങിയത്, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബട്ട് ഒരു 5-6 സിനിമകളൊക്കെ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാർസ് വരെ അവരെ അസാധ്യ നടന്മാരാണ്, എല്ലാവരും അസാധ്യ നടന്മാരാണ്, ഇൻബോൺ ടാലൻറ്റഡ് ആണ് പലരും. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ മൈക്ക് ഡബിങ്ങിൽ അവർ കൊടുക്കുന്ന അവരുടെ ടാലൻ്റ് ഉണ്ടല്ലോ, ഈ തൊണ്ടയിലൂടെ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻ, അത് അഭിനയത്തിൻ്റെ മുകളിലാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും അവിടെയാണ് ഡബിങ് എന്ന് പറയുന്ന ഒരു മേഖലയെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ശരിക്കും അവർക്കൊരു വലിയ കയ്യടി നമ്മൾ ഒരുപാട് പിന്നെയാണ് എനിക്ക് ഡബിങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും. പിന്നെ എനിക്ക് ഡബിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവിടുത്തെ ഒരു ഗുരു എന്ന് വേണമെങ്കിൽ പറയാൻ, നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ്, സീനിയർ ഡബിങ് ആർട്ടിസ്റ്റ് ശ്രീജ ചേച്ചി, നമ്മുടെ ശ്രീ ചേച്ചിയാണ് എന്നിലെ ഡബിങ് ആർട്ടിസ്റ്റിനെ, അതായത് ഒരു ചെറിയ ശ്വാസത്തിൽ പോലും ആ ശ്വാസത്തിനൊരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ശ്രീ ചേച്ചി. എന്നെ ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പ്രണയാർദ്രമായിട്ട് എന്നെ വിളിക്കാൻ പഠിപ്പിച്ചു തന്നത് ശ്രീ ചേച്ചിയാണ്. ഈ നിങ്ങളുടെ സീരിയലിന്റെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് പറയൂ. അതായത് നിങ്ങൾ രണ്ടുപേരും നമ്മളൊരു കോമ്പിനേഷൻ. സൈക്കോ നെഗറ്റീവ് ആണ്, പക്ഷേ ഈ പറയുന്ന കണക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടറൈസേഷൻ കുറച്ച് മാറിയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒരു സൈക്കോ ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത്. അതുകൊണ്ട് സത്യത്തിൽ നല്ല ടെൻഷനുണ്ട്, ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. ഈ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെ ഒക്കെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അതൊക്കെ നമുക്ക് മനസ്സിൽ, അതെ, സായികുമാർ സാറിൻ്റെ ഒരുപാട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഷോട്ട് എടുക്കുന്നതിന് മുൻപ്? ഇല്ല. അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊന്നും ഒരു കാര്യം ആലോചിക്കുമ്പോ ഇത് ആ ഫിലിമിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്, സെയിം ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ അതൊക്കെ എന്റെ മനസ്സിൽ വരും. പക്ഷെ അതൊന്നും ക്യാമറയുടെ മുമ്പിൽ എന്റെ മുഖത്ത് വരില്ല. അതൊക്കെ അവര് ചെയ്ത് വരും. അച്ഛനാണ് അപ്പൂപ്പനാണെന്നൊക്കെ ശരിയാണ്, പക്ഷെ ആ എക്സ്പ്രഷൻസ് ഒന്നും എനിക്ക് വരില്ല. പിന്നെ ചില സമയത്ത് ഏട്ടനൊക്കെ ഇങ്ങനെ പറയും, അത് സായിച്ചേട്ടനെ പോലെ ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലാതെ കിട്ടിയ ഒരു അപ്രിസിയേഷൻ എന്തായിരുന്നു ഈ സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത്? ആരാണ് ആദ്യം വിളിച്ചിട്ട് കൊള്ളാം എന്നൊക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല അപ്രിസിയേഷൻ? വിളിക്കുന്നത് എടുക്കുന്നതല്ല, എൻ്റെ അമ്മയും ഹസ്ബൻഡും കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു. അയ്യോ, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള. ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിന് സൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ? അങ്ങനെ കൊടുക്കാത്തായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റില്? ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഞാൻ കൊടുത്തില്ല. ഇന്നത്തെ കുട്ടികൾ ഞാൻ പറഞ്ഞാല് ഇപ്പൊ ടൊവിനോന്റെ ഫസ്റ്റ് മൂവി ABCD, വിനയ് ഫോർട്ടിന്റെ അപൂർവരാഗം. വിനയ് ഫോർട്ടിന്റെ സൗണ്ട് സത്യത്തില് അത് പുള്ളി പറയുമ്പോഴാണ് ഏട്ടനാണ് ഡബ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം ഒരു അടഞ്ഞ വോയിസ് പോലെ നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് പിന്നെ ബാലക്കാണ് ഞാൻ സ്ഥിരം ബാല, ആര്യ. പുഷ്പ ഫിലിമില് ഫഹദിന് ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്. അതായത് ഫഹദ് സമയക്കുറവ് കൊണ്ട് ഡബ് ചെയ്യാത്തതാണോ അതെയോ? ഞാൻ ആക്ച്വലി അത് ട്രാക്ക് ചെയ്തതാണ്.
ഞാൻ ഇന്നുവരെ ട്രാക്ക് ചെയ്തിട്ടില്ല. ഒരു വോയിസ് ഒരു ആർട്ടിസ്റ്റിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. 4 ദിവസമേ ഉള്ളൂ പടം റിലീസ് ചെയ്യാൻ. ഞാൻ ചോദിച്ചു ട്രാക്കല്ലേ, ഫഹദിന് വേണ്ടിയിട്ട് നമ്മൾ ഡബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫഹദ് അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഫഹദിൻ്റെ വോയിസും എല്ലാവർക്കും അറിയാം. ഇത് ഇനിയൊരു ക്ലാരിറ്റിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് 3 സീനല്ലേ ടപ്പ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീർന്നിട്ട് ഞാൻ ഇറങ്ങി. 17-ാം തീയതി ഏപ്രിൽ 17-നോ മറ്റാണ് പടം റിലീസ് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് തിയേറ്ററിൽ നിന്ന് എൻ്റെ ഒരു ഇതേപോലെ ഡബ്ബിങ് ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ കുറേ ജനറേഷൻ ഉണ്ട്. ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വലിയ തലമുറ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലൊരു പയ്യൻ വീഡിയോ തിയേറ്റർ ക്ലിപ്പ് അങ്ങനെ, ചേട്ടാ ഇത് ചേട്ടൻ്റെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാനിത് എവിടെ നീ കണ്ടു? ചേട്ടാ ഇന്ന് പുഷ്പ റിലീസായി, ഫഹദിന്റെ ശബ്ദം ചേട്ടനാണ്. ഞാൻ എൻ്റെ ശബ്ദം? അതെ ചേട്ടൻ്റെ ശബ്ദമാണ്. ഞാൻ ഒരിക്കൽ കൂടെ സിനിമ കണ്ടു, എന്നിട്ട് ഞാൻ ഉറപ്പിച്ചിട്ട് പറയാം. അപ്പോൾ തന്നെ ഞാൻ ഡയറക്ടറെ വിളിക്കുന്നു. ഞാൻ ചോദിച്ചു സാർ എന്താണ് പറ്റിയത്? അപ്പോൾ പുള്ളി പറഞ്ഞു ശരൺ എനിക്കും അറിയില്ല, കാരണം ഞാനിത് ഡബ് ചെയ്യിപ്പിച്ചു, ഞാൻ പോയി ഫഹദ് ഡബ് ചെയ്യുമെന്ന് വിചാരിച്ചു, ബട്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത് എനിക്ക് അറിയില്ല. ഡയറക്ടർ പറഞ്ഞു ബട്ട് വോയിസ് ശരണ്റെയാണ് വന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. അപ്പൊ ഫഹദ് വിളിച്ചിട്ടില്ല? ഇല്ല. പക്ഷെ എന്തോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടോടെ ഇരിക്കട്ടെ. ഫഹദിന് ഒരു ഡബ് അതേപോലെ ശ്യാം സിംഗ് റോയ് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശ്യാം സിൻഹ റോയിയുടെ ഡയറക്ടർ പുഷ്പയുടെ ഡയറക്ടറൊക്കെ ആയിട്ട് നല്ല കൂട്ടാണോ? എനിക്ക് അവരെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. ഡബിങ്ങിൽ പോയിട്ട് പിന്നെ എന്തോന്ന് പരിചയപ്പെട്ടത്? ഇവിടെ ചെയ്യുന്നത് മലയാളത്തിന്റെ ആൾക്കാരല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ ഇവിടെ ചെയ്യുന്നത്. അവരിലൂടെ എങ്ങനെയെങ്കിലും അങ്ങനെ എത്താൻ പറ്റുമെന്നാണ് വിളിച്ചു നമ്മുടെ ഡയറക്ടർ പോയി എടുത്തു ചോദിക്കുമ്പോഴാണ് ഇതൊക്കെ റിവീൽ ആവുന്നത്. ക്ലിയർ ചെയ്യണ്ടേ? ഞാൻ ഒരു നിമിഷം ഏതൊക്കെയോ ലോകത്ത് ഞാൻ വിചാരിച്ചു അടുത്ത മാസം റെഡ് കാർപ്പറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനങ്ങനെ എല്ലാ പടം കഴിയുമ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അടുത്ത മാസം വരെ ഞാൻ തെലുങ്കിലായിരിക്കും. ഒരു സിമ്പിൾ ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അതായത് ഇപ്പോൾ ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലെവൽ കൂടും. കൈ നിറയെ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളൊന്ന് ആവേശഭരിതരാകുമല്ലോ. സമ്മാനമുണ്ട്. വളരെ വളരെ നല്ലൊരു സമ്മാനം ആൻഡ് വളരെ നല്ലൊരു ഗെയിമാണ്. റെഡിയാണോ? സമ്മാനമുണ്ട് ചേട്ടാ, സമ്മാനമുണ്ട്. റെഡി? അപ്പൊ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വരട്ടെ. അപ്പോൾ നമ്മൾ ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ഒരു മ്യൂസിക്കൽ ഗെയിമിലേക്കാണ്. അതായത് ഹെഡ്ഫോൺസ് തരും ഞാൻ. അത് ആദ്യം ഇപ്പം ശരൺ ചേട്ടനാണെങ്കിൽ ഹെഡ്ഫോൺ ഇങ്ങനെ വയ്ക്കുന്നു, ആൻഡ് വൈഷ്ണവി പാട്ട്, ഞാൻ ഈ കാർഡ്സിലുള്ള പാട്ടുകൾ ലിസ്റ്റ് അങ്ങ് തരും. ആ പാട്ടുകൾ 1 by 1 ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ശരൺ ചേട്ടൻ അത് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ശരൺ ചേട്ടന് ഞാൻ പരസ്യമായിട്ട് വിത്തൗട്ട് എനി ഫിയർ വായ നോക്കാൻ ഒരു അവസരം തരികയാണ്. നന്നായിട്ട് വായിലേക്ക് ഇങ്ങനെ നോക്കി ആൻസർ കണ്ടുപിടിക്കണം. ശരിക്കും പരസ്യമായിട്ട് അങ്ങനെയല്ല തോന്നിയത്, അപമാനിക്കുക. അപ്പൊ ഗെയിമിന്റെ മനസ്സിലായല്ലോ സംഭവങ്ങൾ എന്തൊക്കെയാണ്. ആരാദ്യം ഈ ഗെയിം കളിക്കാൻ തയ്യാറായി വരും? ഞാൻ തന്നെ. നമുക്ക് ശരൺ ചേട്ടന് ഹെഡ്ഫോൺസ് കൊടുക്കാം, എന്നിട്ട് വൈഷ്ണവിക്ക് പാട്ടുകൾ. അപ്പൊ നോക്കിക്കോ, തുടങ്ങിക്കോ, ഉറക്കെ പഠിക്കോ. കള്ളൻ, ചക്ക 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 ഇട്ടു, കള്ളൻ 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 കള്ളി, കള്ളൻ തള്ളി, തള്ളി, കള്ളൻ കള്ളൻ കള്ള തല്ലി, അല്ല അയ്യോ, കള്ളൻ കള്ളൻ ചക്ക തേങ്ങയോ, ചക്ക ചക്ക എന്തോ എങ്ങനെ ചക്ക കള്ളൻ കള്ളൻ ചക്ക 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 കള്ളൻ ചക്കിട്ടു ആരും കണ്ടാമില്ലണ്ട. അതാണോ? അടുത്തത് ആട്ടുതൊട്ടിൽ, ആട്ടുതൊട്ടിലിൽ ഒരു കിടത്തി ഉറക്കുന്നില്ല. കേട്ടില്ലേ കേട്ടില്ലേ കേട്ടില്ല, കേട്ടില്ലേ കേട്ടില്ലേ എന്റെ വീണ്ടും കള്ളൻ, കേട്ടില്ല എന്റെ എന്റെ എന്നെ എന്റെ എന്റെ കള്ളച്ചെറുക്കൻ, കള്ള കള്ള കള്ളച്ചെറുക്കൻ, എന്റെ കള്ളച്ചെറുക്കൻ, കല്യാണം കല്യാണം,
ആ മറ്റേ ഡപ്പ ഡപ്പയുടെ ഉപ്പയുടെ പാട്ട്. കള്ളച്ചെറുക്കന്റെ കല്യാണം. അയ്യോ ഏത് കേട്ടില്ലേ കേട്ടില്ലേ കള്ളച്ചെറുക്കന്റെ കല്യാണം. അതിന് മുമ്പത്തെ മുമ്പ് രണ്ട് വാക്ക് ഇങ്ങോട്ട് നോക്ക്. കേട്ടില്ലേ കേട്ടില്ല കേട്ടില്ലേ ഇല്ലേ കേട്ടില്ല കേട്ടില്ലേ കേട്ടില്ലേ കേട്ടില്ല പറഞ്ഞു പെണ്ണെ. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ. അതന്നെ പാട്ടെനിക്ക് മനസ്സിലായി. പാട് പാട് പാട്. കേട്ടില്ലേ കേട്ടില്ല 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 പെണ്ണെ. അല്ല കേട്ടില്ല കേട്ടില്ലേ കേട്ടില്ലേ രണ്ട് തവണ രണ്ട് വാക്ക് രണ്ട് തവണ സമയം കഴിയാതെ ഇനി അടുത്ത് നെക്സ്റ്റ് വേറെ കഥ കഥ. കഥയിലെ രാജകുമാരൻ കഥയിലെ രാജു. കഥയിലെ രാജകുമാരൻ. അടുത്ത് മണി മണിമുറ്റത്താവണിപ്പന്തൽ. അപ്പൊ ഒരെണ്ണം മാത്രാണ് കിട്ടാ. ഊരിക്കോ ഊരടോ. കോഴിയോ? ഊര് എട് ചക്ക. ഊരാനെ പറഞ്ഞു ഊരാൻ. ഞാൻ കോഴി. പക്ഷെ ഒരു ലിപ്പ് പിടിച്ച് ഡബ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ എല്ലാ ഗുണവും ഇവിടെ കാണിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ലിപ്പ് പഠിച്ച് പറഞ്ഞു. 4 എണ്ണം പറഞ്ഞു, ഒരെണ്ണം മാത്രമാണ് പാസ് ചെയ്തുള്ളൂ. അഞ്ചെണ്ണത്തില്. വെരി ഗുഡ്, സൂപ്പർ. ഇനി അടുത്തത് ഹെഡ്ഫോൺസ് കൊടുത്തോളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഉറക്കെ പറഞ്ഞു. വാ വാ താമര പെണ്ണേ. സൂപ്പർ. അടുത്തത് സൗണ്ട് എടുത്തോ. സൗണ്ട് എടുത്ത് പഠിക്കോ. പൊന്നാമ്പൽ മൂന്നാമത്തെ സൗണ്ട് എടുത്തോ. കണ്ണിൽ കർപ്പൂര ദീപമോ. ശ്രീവല്ലി. മിടുക്കി. അടുത്തത് 4. ഉറക്കെ പഠിക്കോ. മോൻ ലിപ്പ് കൊടുക്കാൻ. അടുത്തത് പക്ക. ഇടയ്ക്കിടയ്ക്ക് നീ എന്നോട് പറയുന്നതാ. പെർഫെക്റ്റ്. പാട് പാടിക്കോ. പെർഫെക്റ്റ്. ഓക്കെ. ഓക്കെ. അത് ഫുൾ അറിയാമോ? അറിഞ്ഞൂടാ. ചുമ്മാ 2 വരി. പെർഫെക്റ്റ് ഓക്കെ മാത്രം. പെർഫെക്റ്റ് ഓക്കെ. ചേട്ടൻ അറിയോ പാട്ട്? പിന്നെ എനിക്ക് ഒത്തും അറിഞ്ഞൂടാ. ഊരിക്കോ. ശരൺ ചേട്ടൻ എന്താ ഇങ്ങനെ? ശരൺ ചേട്ടൻ തെറ്റിപ്പിക്കണ്ടായിരുന്നോ? കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. ശരിക്കും പറഞ്ഞ ഇത് തിരിച്ചാണ് മത്സരം വേണ്ടത്. അതായത് അവിടെ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് തെറ്റിച്ചു കൊടുക്കണം. അതായത് തെറ്റുന്നത് ഞാൻ കാരണമല്ലല്ലോ, അദ്ദേഹം പറഞ്ഞു തരുന്നതിന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ തെറ്റിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ നിയമം അങ്ങനെയല്ല തൽക്കാലം. അതുകൊണ്ട് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മളുടെ വൈഷ്ണവിയാണ്. ആൻഡ് തോറ്റിരിക്കുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റും നടനും പ്രഗത്ഭരും എല്ലാമായ മലയാളത്തിന്റെ ആദ്യത്തെ മെഗാസ്റ്റാർ നായകനുമായ ശരണാണ്. തോറ്റു തുന്നമ്പാടി എന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ മോൻ എന്ന് പറയുന്ന പോലെ. ലിപ്പൊന്നും പറയുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം കളിച്ചത് കൊണ്ട് ഞാൻ ആദ്യം നമുക്ക് വൈഷ്ണവിക്ക് ഒരു സമ്മാനമുണ്ട്, അത് എടുത്തിട്ട് വരാം. പിന്നെ ചേട്ടന്റെ പണിഷ്മെന്റ് ഞാൻ പറയാം. ഓക്കെ? ഇനി തോറ്റവരുടെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പണിഷ്മെന്റ് ആണ്. അതായത് ഞങ്ങൾ ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആ ചോദ്യത്തിന് ആൻസർ തരുന്നത് ഇംഗ്ലീഷ് വേർഡ് ഒന്നുപോലും യൂസ് ചെയ്യാണ്ട് ശുദ്ധമായ മലയാളം ഉപയോഗിച്ച് വേണം ആൻസർ തരാൻ. ആംഗലേയം ഉപയോഗിക്കരുത്. പക്ഷെ ഇത് സിമ്പിൾ അല്ലേ? ചേട്ടൻ അങ്ങനെ ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു വേർഡിന്റെ മലയാളം ചേട്ടൻ അറിയാം. എനിക്കിപ്പോ മനസ്സിലായി എന്ത് പണി വരാൻ പോകുന്നത് അവിടെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, അതിനൊക്കെ ഉള്ളൊരു ആൻസർ തന്നാൽ മതിയേ. ഈ നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് ഏതൊക്കെയായിരിക്കും? ചേട്ടൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ? ഞാൻ ഈ യന്ത്രം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഉപയോഗിക്കുമ്പോ ഏതിലാ കുത്തി നോക്കാറ്? ഏത് ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് നോക്കാറ്? അതില് നമ്മൾ തുറക്കുമ്പോൾ
അതിലെ അക്ഷരങ്ങളും അക്കങ്ങളും നമ്മൾ കാണും. അതിൽ നമ്മൾ ഓരോന്നോരോന്നായി ഞെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അക്കങ്ങൾ നമ്മൾ കുത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമുക്ക് ആ യന്ത്രത്തിൽ വിളിച്ചു കിട്ടും. എന്നിട്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടോ ഒക്കെ സംസാരിക്കാം. ഞാൻ അതല്ല ചോദിച്ചത്, ആപ്ലിക്കേഷൻ ഏത് യൂസ് ചെയ്യുന്നല്ല ചോദിച്ചത്. ലൈക്ക് ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, അത്തരം സംഭവ രീതികളൊന്നും മൊബൈൽ ഫോണിന്റെ മോഡൽ ഏതാണ്? ഇത് ഈ കമ്പനിയുടെ കമ്പനി ഒരു പാട്ടിട്ട് കൊടുക്കും. അതായത് ചേട്ടന് ഇഷ്ടപ്പെട്ട അതായത് ഡ്രസ്സുകളൊക്കെ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സുകളാണ്, ഏത് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്? മുണ്ട് മുണ്ട് മാത്രം എടുത്തിട്ട് മുകൾ വസ്ത്രം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അയ്യോ അങ്ങനെ പറയരുത് ചേട്ടാ, ചൂട് കാരണം മുണ്ട് മാത്രം. അപ്പൊ ഇതൊരു ശരീരം മറയ്ക്കുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു പ്രത്യേകതരം വസ്ത്രം. ഒരു പ്രത്യേകതരം കയ്യുറകളുള്ള വസ്ത്രം. ഇത് മുണ്ടല്ലല്ലോ, ഇത് അടിവസ്ത്രം. അടിപൊളി. പക്ഷെ രസകരമായിട്ട്, അതായത് ആകെ ഒരു പ്രാവശ്യം മാത്രമേ തോറ്റുള്ളൂ, ബാക്കി എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ആ മീറ്ററിൽ പിടിച്ച് അങ്ങ് കൊണ്ടുപോയി തകർത്തു.